SS2 10-ാമത്തെ അധ്യായമായ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന അധ്യായമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളെല്ലാം ദൈനംദിനമായി ധാരാളം സാധനങ്ങളും സേവനങ്ങളും വില കൊടുത്തു വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, വിനോദം തുടങ്ങിയ അനേകം ആവശ്യങ്ങൾ ആധുനിക മനുഷ്യന് ഉണ്ടാവും. ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഉപഭോഗം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു. ഇതിനെ ഉപഭോഗം എന്ന് പറയുന്നു. വില കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളെ ഉപഭോക്താവ് എന്നും പറയുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാവുന്നു: എല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഉപഭോക്താക്കളാണ്. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉപഭോക്താവിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉപഭോക്താവ് ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഉപഭോക്താവിൻ്റെ സംതൃപ്തിയെ സംബന്ധിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നാം ഒരു സാധനം വാങ്ങുമ്പോൾ പലതരത്തിലുള്ള പ്രതീക്ഷകളോടെയാണ് അവ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഗുണമേന്മ, വിശ്വാസ്യത, വിൽപ്പനാനന്തര സേവനം അല്ലെങ്കിൽ അതിൻ്റെ തൂക്കം, തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ, ഇതെല്ലാം നമ്മൾ ആരായും. അങ്ങനെയാണ് ഓരോ വസ്തുക്കളും നാം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കടയിൽ നിന്നും വസ്തുക്കൾ വാങ്ങുകയോ സേവനങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് വളരെ അടിസ്ഥാനപരമായ സാമ്പത്തിക പ്രവർത്തനമായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും ഉപഭോക്താവ് വിധേയമായി പെടുന്നുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഉപഭോക്താവ് അല്ലെങ്കിൽ ഉപഭോഗം എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ട് ജലം വരെ ഒരു ഉപഭോഗ വസ്തുവായി പരിണമിച്ച കാലമാണ്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ ചൂഷണം ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നവും കൂടിയാണ്. ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്നതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മനസ്സിലാക്കുക, ഇത്തരം സന്ദർഭങ്ങളിൽ ഈ രീതികളിലാണ് ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള ചൂഷണത്തിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മികച്ച രാഷ്ട്രത്തിൻ്റെയും സർക്കാരിൻ്റെയും അടിസ്ഥാന ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ നിയമങ്ങളും ഭരണപരമായ സംവിധാനവും ഉപഭോക്തൃ വിദ്യാഭ്യാസവും ഇതിന് ആവശ്യമാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം നടപ്പിലാക്കപ്പെട്ടു ഇന്ത്യയിൽ. ആ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിന് നൽകിയിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഉപഭോക്താവിന് അനുഭവിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് വായിച്ച് മനസ്സിലാക്കുക. ഉപഭോക്താവ് ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ന്യായമായ അവകാശങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉപഭോക്തൃ കോടതികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റ് കോടതികൾ ധാരാളം കേസുകൾ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ഉപഭോക്താവിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രത്യേക കോടതികൾ അഥവാ ഉപഭോക്തൃ കോടതികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുന്നതിന് ഉപഭോക്തൃ കോടതികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവ ദേശീയ, സംസ്ഥാന, ജില്ലാ ഉപഭോക്തൃ കോടതികൾ എന്ന ഘടനയിൽ പ്രവർത്തിക്കുന്നു. ഉപഭോക്തൃ കോടതിയുടെ ഘടന എന്തായിരിക്കുമെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്നും അതിനുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണെന്നും ഒരു പട്ടികയിലൂടെ നമുക്ക് മനസ്സിലാക്കാം.
സ്ക്രീൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഉപഭോക്തൃ കോടതികൾ മറ്റ് കോടതികളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ ഉപഭോക്തൃ കോടതികളുടെ സവിശേഷതകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശ്രദ്ധിച്ചു നോക്കുക. നടപടിക്രമങ്ങൾ ലളിതമാണ്, അതിവേഗം നീതി ഉറപ്പാക്കുന്നു, വ്യവഹാര ചെലവ് വളരെ കുറയുന്നു. ഇങ്ങനെ ഉപഭോക്തൃ കോടതികൾ മറ്റു കോടതികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. ഉപഭോക്താവിനുണ്ടാവുന്ന കാലനഷ്ടങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നതിന് പരാതി നൽകാവുന്നതാണ്. ഒരു വെള്ളക്കടലാസിൽ ലളിതമായി ഒരു പരാതി എഴുതി കഴിഞ്ഞാൽ തന്നെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതാണ്. അതിൻ്റെ ഒരു മാതൃക നിങ്ങളുടെ അറിവിലേക്കായി നൽകിയിരിക്കുന്നു. സ്ക്രീൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഉപഭോക്തൃ തർക്കത്തിൽ പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് ഘട്ടത്തിലാണ് നമ്മൾക്ക് പരാതി നൽകാവുന്നത്? ഒന്ന്, വിലയ്ക്ക് വാങ്ങിയ സാധനങ്ങൾ കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിക്കുക, വിവിധ സർക്കാർ ഇതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച സേവനങ്ങളുടെ പോരായ്മകൾ, നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ വില ഈടാക്കുക, മായം ചേർക്കൽ, ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക, ന്യായരഹിതവും ഉപഭോക്താവിൻ്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാവുക, വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പരസ്യങ്ങൾ നൽകുക. ഈ ഘട്ടങ്ങളിലെല്ലാം നമുക്ക് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കാവുന്നതാണ്. ഉപഭോക്തൃ തർക്കങ്ങളിൽ കോടതികൾ എങ്ങനെയാണ് പരിഹാരം നൽകുന്നത്? ഏത് തരത്തിലുള്ള പരിഹാരങ്ങളായിരിക്കും കോടതികൾ നിർദ്ദേശിക്കുക? അതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. പകരം സാധനങ്ങൾ നൽകാം, നൽകിയ പണം അല്ലെങ്കിൽ അധികമായി ഈടാക്കിയ പണം തിരിച്ചു നൽകാം, നഷ്ടം നികത്തുന്നതിനുള്ള തുക ലഭ്യമാക്കാം, സേവനത്തിൽ കോട്ടങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാം, ദോഷകരമായ വ്യാപാര നടപടികൾ നിർത്തലാക്കൽ, ഹാനികരമായ ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന നിരോധിക്കൽ, പരാതി ചെലവ് ലഭ്യമാക്കൽ. ഈ തരത്തിലാണ് കോടതികൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്തൃ കോടതികൾക്കു പുറമെ ത്രിതല ഉപദേശക സമിതികൾ രൂപം കൊണ്ടിട്ടുണ്ട്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ എന്നിവയാണ് ഇവ അതാത് സർക്കാരുകൾക്ക് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടതും അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമായ ഉപദേശങ്ങൾ നൽകുന്നു. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ ഉപഭോക്താക്കളുടെ സംരക്ഷണത്തിനായി ധാരാളം നിയമങ്ങൾ, മറ്റു നിയമങ്ങളും നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഒന്ന്, സാധന വിൽപ്പന നിയമം 1930. 2, കാർഷികോൽപ്പന്ന നിയമം 1937. 3, അവശ്യ സാധന നിയമം 1955. 4, അളവ് തൂക്ക നിലവാര നിയമം 1976.